അധ്യാപകരെ, PTA പ്രസിഡന്റ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എന്ന് പറയുന്നതിനേക്കാളും എനിക്കിഷ്ടം എൻ്റെ ജൂനിയേഴ്സ് എന്ന് പറയുന്നതാണ്. ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ 2002 പാലാറ സതീശൻ മാഷ്, ഇവരെല്ലാം അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ജയ ടീച്ചർ, ഇവരൊക്കെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന അധ്യാപകരാണ്. പിന്നെ ഒരുപാട് ബാക്കിയുള്ളവരൊന്നും എനിക്ക് അന്ന് നേരിട്ട് അങ്ങനെ പരിചയമില്ല, പക്ഷെ പിന്നീട് എല്ലാവരെയും പരിചയമുണ്ട്. പിന്നെ സാറ് പറഞ്ഞ പോലെ, തനീഷ് സാറ് പറഞ്ഞ പോലെ, എന്താ പറയാ, ഞാൻ നല്ലൊരു സ്പീക്കറൊന്നും അല്ല കേട്ടോ. ഒന്നാമത് എന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. അതിൽ ഒരുപാട് എന്താണ് അങ്ങനെ സംസാരിക്കാനൊന്നും ഉണ്ടായില്ല. പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ അനുഭവങ്ങൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഇതുവരെ പഠിച്ച്, അതായത് 2024 ഏപ്രിൽ 23 PhD അവാർഡ് ചെയ്യുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് PhD കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അതുവരെയുള്ള ഒരു ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും പറയുന്ന പോലെ, ഇപ്പോൾ ഒരു ലേഡി എന്ന് പറയുമ്പോൾ, പിന്നെ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ആളെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെന്ന് പറയുമ്പോൾ, അതൊരു കുറച്ചെന്താണ് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു ജേർണി തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് എനിക്ക് ഏകദേശം ആ ഒരു എന്താണ് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന ആൾക്കുള്ള കയ്യടി കിട്ടിയപ്പോൾ തന്നെ ഈ ഒരു പ്രോഗ്രാം എത്രത്തോളം നിങ്ങൾ ഇൻസ്പയർഡ് ആണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലായി. തന്നെ സാറിന് എന്താണ് ലാസ്റ്റ് നന്ദി പറയുന്നത് സാറാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കൊടുത്തൊരു കയ്യടി ഉണ്ടല്ലോ, അത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എത്രത്തോളം ഈ ഒരു പ്രോഗ്രാം നിങ്ങളിൽ എന്താണ് എത്രത്തോളം നിങ്ങൾ ഇതിൽ ഇൻവോൾവ് ആണ് എന്നുള്ളത്. അപ്പം ടീച്ചർ പറഞ്ഞു, നിങ്ങൾ ഈ ഒരു ബാഡ്ജ് അണിയിക്കുന്നതോടുകൂടി നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടി എന്ന് പറഞ്ഞു. സത്യത്തിൽ അപ്പം നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ആ ഒരു ജോലി ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് ഒരു അധ്യാപനത്തിന്റെ എന്താണ് അതിന്റെ പിറകിലുള്ള ഒരു എഫേർട്ട് എന്താണെന്നുള്ളത്. ശരിക്കും ഇവിടുന്ന് +2 കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഞാനൊരു ടീച്ചറൊന്നും ആകാൻ ഉദ്ദേശിച്ച ആളല്ല. എല്ലാവരും പോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സയൻസ് ഗ്രൂപ്പ് കോളേജ് ചേർക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആവുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് സയൻസ്. PTA പ്രസിഡന്റ് ബഷീർ, HM സരിത ടീച്ചർ, സതീഷ്. നല്ലൊരു കയ്യടി കേട്ടോ കുട്ടികൾക്ക്. സമയത്ത് 9ാം ക്ലാസ് G ക്ലാസ്, അതായത് ഇപ്പോഴത്തെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന ക്ലാസ്സിലെ 3ാമത്തെ ബെഞ്ചിൽ JRC കാരിയായിട്ടിരുന്ന ഒരു കുട്ടി അന്ന് എല്ലാവരും